ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. ഇത് കാണുമ്പോൾ നിങ്ങളോർക്കും ഏതെങ്കിലും വിധേന അമ്മേനെ സോപ്പിടാനായിരിക്കും ഈ വീഡിയോ എന്ന്. പക്ഷേ അങ്ങനല്ല. ഈ ലീവിന് നാട്ടിൽ വരുന്നതിന് മുന്നേ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഞാനില്ലാത്ത വീട് എങ്ങനെ ഉണ്ടെന്ന് നീ പ്രാവശ്യം ഒന്ന് പോയി നോക്ക്, എന്നാണെങ്കിലും അങ്ങനെ ജീവിക്കേണ്ടതല്ലേന്ന്. അതെന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു വേർഡ്സ് ആണ്. അപ്പം എനിക്ക് തമാശയായിട്ട് തോന്നി, ഞാൻ ഒന്ന് പോവമ്മേ എന്ന് പറഞ്ഞെങ്കിലും വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് അമ്മയില്ലാത്ത ആ ഒരു വീട് എത്ര ശോകമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കൂടുതൽ സമയവും ഞാനിരുന്ന് അരിയുന്നതും പിടിക്കുന്നതുമായിരിക്കും കാണുന്നത്. കാരണം ഞാൻ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കും, ഞങ്ങളെല്ലാം വീട്ടിൽ പണിയെടുക്കുന്നവർ തന്നെയാണല്ലോ, പിന്നെ എന്നാ അതിന് ഇത്ര പ്രത്യേകതയെന്ന്. എനിക്ക് 29 വയസ്സുണ്ട്. 26ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊരു ഇല മറിച്ചിട്ടിട്ടില്ല അതുവരെ. അതിനർത്ഥം എൻ്റെ അമ്മ എല്ലാം എനിക്ക് ചെയ്തു തന്നെ എന്നെ നശിപ്പിച്ച് വെച്ചേക്കുവാണെന്നല്ല. ഞാനൊരു ഭൂലോകം അടിച്ചായിരുന്നു. അമ്മ എന്നോട് വന്നൊരു പയറരിഞ്ഞ് തരാൻ പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം അത് ലാഗടിച്ച് ഒരു 4-5 മണിക്കൂറാക്കിയിരിക്കുമ്പോഴത്തേക്ക് അമ്മ പറയും, ഇങ്ങോട്ട് താ, ഞാൻ തന്നെ അരിയാം. അല്ലെങ്കിൽ എന്നോടൊരു പാത്രം കഴുകാൻ പറയുമ്പോൾ ഞാൻ ആ സിങ്കിൻ്റെ ചുറ്റും കുറേ സോപ്പ് പതയും വെള്ളമൊക്കെ ആകുമ്പോൾ അമ്മ പറയും, എൻ്റെ പൊന്നുമില്ലാതെ ഇരട്ടിപ്പണിയാക്കാതെ പോകാൻ പറയും. മുറ്റം തൂക്കാൻ പറഞ്ഞാൽ ആ മണൽ മുഴുവൻ തൂത്ത് ഞാനൊരു സൈഡിലോട്ട് കൊണ്ടാക്കും. അതൊക്കെ അമ്മയ്ക്ക് ഇരട്ടിപ്പണിയായതുകൊണ്ട് അമ്മയ്ക്ക് സമാധാനം ചൂസ് ചെയ്യുന്നത് കൊണ്ടും എന്നെയും കൂടെ അധികം ചെയ്യിക്കാറില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, പറഞ്ഞു തരേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് അമ്മ പറഞ്ഞു തരികയും ഞാൻ പോലും അറിയാതെ എന്നെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 26ാമത്തെ വയസ്സ് വരെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനും ജിജോയും അവിടോട്ട് പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് ആ വീട്ടിലെ കാര്യങ്ങളും മുഴുവൻ അവൻ്റെ കാര്യങ്ങളും കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളും ഒന്നും ഒരു കുറവുമില്ലാതെ നോക്കാൻ ദൈവം സഹായിച്ചു, എന്നെ കൂടെ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഇതൊക്കെ ഞാൻ എപ്പോൾ പഠിച്ചെന്നുള്ളത്. പക്ഷേ ഞാൻ പോലും അറിയാതെ എൻ്റെ അമ്മ എന്നെ എല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളോർക്കും ഞാൻ മാത്രമേ ഈ വീട്ടിൽ പണിയുന്നുണ്ടെന്നുള്ളത്. അല്ല, അപ്പുറത്തെൻ്റെ അപ്പനും കെട്ടിയോൻ്റെ അനിയനും ഓരോന്ന് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്, അമ്മയില്ലാത്തൊരു വീട്. അമ്മയില്ലാത്തൊരു വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ വളരെ ശോകമാണ്. കാരണം ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊരു കാര്യം പറയുകയാണെങ്കിൽ, അപ്പൻ രാവിലെ ഒരു 10-10:30 ആകുമ്പോൾ പച്ചക്കറി മേടിക്കാൻ പോകും. ചിലപ്പോൾ അത് ഇറച്ചി മീനും എല്ലാം കൊണ്ടുവരുന്നത് ഉച്ചയ്ക്ക് 12 മണിയായിരിക്കും. 12-ന് കൊണ്ടുവന്നാലും 1-ന് കൊണ്ടുവന്നാലും 2-ന് കൊണ്ടുവന്നാലും അപ്പന് ഫുഡ് ആകണം. പക്ഷേ ആകണമെന്നല്ല, വിശക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് തന്നെ ഫുഡ് റെഡിയാണല്ലോ എന്ന് പറയുന്ന ഒരു മാജിക്കുണ്ട്. അതെല്ലാവരുടെ വീട്ടിലെ അമ്മമാരെയും കൂടെ പറ്റുമായിരിക്കും, എന്നെയും കൂടെ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഞാനത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വെട്ട ഏതാ പൊക്ക ഏതാണെന്നറിയാതെ ഞാൻ കഷ്ണാ പുഷ്ക വെട്ടുന്ന ഒരു വീഡിയോയാണ്. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് തോന്നി കൊച്ചു എന്തോരമായി വീട്ടിൽ കളയുന്നതെന്ന്. അതെ, ഞാൻ അവിടെയാണെങ്കിൽ ഫ്രോസൺ വെജിറ്റബിൾസേ മേടിക്കാറുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് അപ്പൻ ഹോട്ടലിൽ നിന്ന് കഴിച്ച് മരവിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ഞാനുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കെങ്കിലും വീട്ടിൽ ഫുഡ് വെച്ച് കൊടുക്കാം എന്നോർത്ത് കാണിക്കുന്ന ഒരു അംഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് അപ്പനൊരു സാമ്പാർ വെച്ച് കൊടുത്തു ഗൈസ്. പക്ഷേ വെച്ച് വന്നപ്പോൾ 5 ലിറ്റർ സാമ്പാർ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അമ്മയെപ്പോലെ ആകാൻ എന്നെയും കൂടെ ഒരിക്കലും പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇതിപ്പം ഞാൻ ആകെ ഒരു ദിവസം ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ നടുവും പുറവും കോലവും എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അപ്പോൾ 365 ദിവസവും ഈ പണിയെടുക്കുന്ന എൻ്റെ അമ്മ എങ്ങനെ എപ്പോഴും എനർജറ്റിക്കായിട്ടും എങ്ങനെ എന്ത് ചോദിച്ചാലും ഏത് സമയവും ഉണ്ടാക്കി ഒരു മടിയും കൂടാതെ തരാനും ഇത്രയൊക്കെ അവിഞ്ഞു പുകഞ്ഞ് നിന്നിട്ടും എല്ലാവരെയും സന്തോഷത്തോടെ കഴിക്കാൻ വിളിക്കാനും എല്ലാം പറ്റുന്നു എന്നത് എനിക്ക് വളരെ അത്ഭുതമായി തോന്നി. സത്യം പറഞ്ഞാൽ ഈ സത്യം റിയലൈസ് ചെയ്യാൻ എനിക്ക് ഈ 29 വർഷം വേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ലീവ് തന്നെ വേണ്ടി വന്നു. അച്ചാച്ചനാണ് അച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ പാത്രങ്ങളെല്ലാം കഴുകിത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ജോലി കുറഞ്ഞു കിട്ടി. ജിജോ വീട് മുഴുവൻ തൂത്ത് വൃത്തിയാക്കി, അതുകൊണ്ട് ആ ഒരു ജോലിയും ഇല്ലായിരുന്നു. പിന്നെ ജിജോയുടെ അനിയൻ കൊച്ചിനെ നോക്കാൻ സഹായിച്ചു, പിന്നെ ബീഫ് കഴുകിത്തരാൻ സഹായിച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലാലോചിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ 3 പിള്ളേരെയും അമ്മ വളർത്തുമ്പം അമ്മയ്ക്ക് ഒരു ഹെൽപ്പും ഇല്ലായിരുന്നു. കാരണം എൻ്റെ അപ്പൻ രാവിലെ ജോലിക്ക് പോകുമായിരുന്നു. അപ്പൻ ബിസിനസ് ആയതുകൊണ്ട് പിന്നെ പാതിരാത്രിക്കായിരിക്കും വരുന്നത്. ആ സമയവും ഈ 3 പേരെ നോക്കി ഒരു കുറ്റവും പറയാതെ അമ്മ ഫുള്ള് പണി ചെയ്യുമായിരുന്നു. അതൊക്കെ ഒരു ഭയങ്കര സംഭവം തന്നെയാണല്ലോ അല്ലേ. എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാലും എത്ര പേര് അവരുടെ അമ്മയോ അപ്പനെയോ ഒക്കെ ഈ ചെയ്ത് തരുന്നതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല.
ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്നാന്നും കൂടെ പറയട്ടെ. നമ്മുടെ ഈ ജനറേഷൻ വളരെ ബ്ലെസ്ഡ് ആണ്. കാരണം ഇപ്പോൾ എൻ്റെ കെട്ടിയവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അടുക്കള കുക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസം അവൻ കുക്ക് ചെയ്യും, അവൻ വീട് തൂത്തുവാരും, കോച്ചിൻ്റെ കാര്യമെല്ലാം നോക്കും. അത് ഈക്വലാണ് നമ്മുടെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത്. വീട്ടു ജോലി എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു സംഭവം അല്ല എന്നൊരു ഇതായിട്ടുണ്ട്. കാരണം ഒരിക്കലും പെണ്ണുങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം ഇപ്പം പെണ്ണുങ്ങളും ആണുങ്ങളെ പോലെ തന്നെ ഓഫീസിലാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും എവിടെയാണെങ്കിലും ജോലി ചെയ്യുകയും ശമ്പളം മേടിക്കുകയും എല്ലാം ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഇക്വാലിറ്റി ഉണ്ട് ഈ കാലഘട്ടത്തിൽ. പക്ഷേ തിരിഞ്ഞ് ചിന്തിക്കുമ്പം അങ്ങനെ ഒരു കാലമാണോ നമ്മുടെ അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നേ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം എൻ്റെ അറിവിൽ എൻ്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ആ സമയത്തൊന്നും ആരുമില്ലായിരുന്നു. കാരണം എൻ്റെ അപ്പൻ വിചാരിച്ചാലും നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം എൻ്റെ വീട്ടിലെ ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത് എൻ്റെ അപ്പനാണ്. അപ്പം രാവിലെ പണിക്ക് പോവുക, വൈകിട്ട് വരിക, ഈ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് അതും എൻ്റെ അപ്പൻ ഓഫീസ് ജോബൊന്നും അല്ലായിരുന്നു, സ്വന്തമായിട്ട് ബിസിനസ് ആയതുകൊണ്ട് അതിൻ്റെ പുറകെ എപ്പോഴും നടക്കണമായിരുന്നു. അപ്പം വിചാരിച്ചാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് എൻ്റെ അപ്പനൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലെല്ലാം പ്രായമായവരിപ്പോൾ മാറിയിട്ടുണ്ട്. പണ്ടത്തെ ആ ഒരു ഇതൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ അപ്പനൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് എൻ്റെ അമ്മ അടുക്കള ഹെൽപ്പ് ചെയ്യും. എനിക്ക് എല്ലാം ഞാൻ കറി വെച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് തന്നായിരുന്നു എൻ്റെ അപ്പൻ. അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അപ്പനും അമ്മയും ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുമ്പോഴാണെങ്കിലും അപ്പനെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നോ എന്നെനിക്കറിയത്തില്ല. ഫസ്റ്റ് കാര്യം ഞാൻ പറയുന്നത് അപ്പൻ്റെ ജോലി കൊണ്ട്. സെക്കൻഡ് കാര്യം ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ ആ ഒരു ഭാര്യനെ ഹെൽപ്പ് ചെയ്താൽ അവനൊരു പെൺകോന്തൻ എന്നൊരു വർത്തമാനവും ആ സമയത്ത് ഉണ്ടായിരുന്നതായിട്ടാണ് എൻ്റെ ഒരു ചിന്താഗതി. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞു കേട്ട കഥകൾ അതങ്ങനെയാണ്. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ ബോയ്സിനോട് എനിക്ക് ആ ഒരു കാര്യത്തിൽ വലിയൊരു ഇതുണ്ട്. കാരണം ആ ഒരു ചരിത്രം നിങ്ങൾ മാറ്റിക്കുറിച്ചല്ലോ. പിന്നെ ഈ നാട്ടിൽ വന്നുള്ള കഞ്ഞിയും കറിവേപ്പിൽ ഞാൻ ഏറ്റവും മനസ്സിലാക്കിയിരുന്ന സത്യം എന്താണെന്നറിയോ, എൻ്റെ വീട്ടിൽ ഏറ്റവും ചൂടുള്ള സ്ഥലം അടുക്കളയാണ്. ഒരു ഫാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഫാൻ ഇടുമ്പോൾ ഗ്യാസ് ഓഫ് ആകും എന്നുള്ള പേടി. എനിക്ക് ഭയങ്കര പേടിയായി കുക്കറും ഗ്യാസും ഒക്കെ ആയിട്ട് കളിക്കാം കേട്ടോ. അതുകൊണ്ട് അത് ഇടാനും പറ്റത്തില്ല. വേർത്ത് പുകഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം ഫുഡ് ഇന്ന് വരും നാളെ വരും എന്നുള്ള രീതിയിൽ അപ്പൻ അവിടെ പാത്രം കഴുകൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇരട്ടി പണി ഒപ്പിച്ച് സാമ്പാറിൻ്റെ പരിപ്പ് തൂക്കി ചാട്ടി മക്കളെ ചാട്ടി എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ വന്ന് സോഫായിലിരുന്ന് ഞാൻ ക്യാമറ ഓണാക്കി ഇങ്ങനെ നോക്കിയിട്ട് ചിന്തിച്ച്, ഈ ഒരു ദിവസത്തെ പുകയും കരിയടിച്ചപ്പോൾ ഞാൻ ഈ കോലമായെങ്കിൽ ശരിക്കും എൻ്റെ അമ്മ ഏത് കോലത്തിലിരിക്കേണ്ട ആളാണ്. എന്നിട്ടും അമ്മയുടെ എപ്പോഴും ഉള്ള ആ ഒരു സന്തോഷവും ഇതും ഒക്കെ എങ്ങനെ അമ്മ ആ എനർജി കൊണ്ടുവരുന്നു എന്നത് എൻ്റെ മനസ്സിലൊരു വലിയ ചോദ്യചിഹ്നമായി. പിന്നെ എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായി. വെളിയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ ആദ്യം ചിലപ്പോൾ യേശു പറയുന്നത് അമ്മയായിരിക്കും. അതും എന്തുകൊണ്ടാണെന്നൊരു വലിയ റിയലൈസേഷനായിരുന്നു എനിക്ക് ഈ ഒരു വെക്കേഷൻ. കാരണം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞാലും നമുക്കത് കഴിക്കാൻ തോന്നത്തില്ല. കാരണം അതിൻ്റെ മണവും പുകയും എല്ലാം അടിച്ച് ഇടയ്ക്ക് ടേസ്റ്റൊക്കെ നോക്കി നമുക്കത് ഓൾറെഡി മടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനൊരു വീഡിയോ ഞാൻ ഒരിക്കലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഈ വെക്കേഷന് വന്നപ്പോഴും ഇതൊരു വലിയ സംഭവമാകും എന്നെനിക്ക് തോന്നിയിട്ടുമില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസത്തെ പണി ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ അപ്രീഷിയേറ്റ് ചെയ്തില്ല എങ്കിൽ അതൊരു വലിയ കുറവാകും എന്നെനിക്ക് തോന്നി. അതുപോലെ തന്നെ എൻ്റെ അപ്പൻ്റെ കാര്യവും പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്മയില്ലാത്ത കുറവ് മാക്സിമം വരാതെ നോക്കാൻ എൻ്റെ അപ്പൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എത്രയൊക്കെ ചെയ്താലും എൻ്റെ അമ്മയെ പോലെ ആകാൻ എനിക്ക് പറ്റത്തുമില്ല. അങ്ങനെ എല്ലാം വെച്ച് എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും എൻ്റെ മനസ്സിലെ ചിന്ത, എന്നാലും എൻ്റെ വീട്ടിൽ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയല്ലേ. ശരിയാ, എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാവർക്കും സാലറിയും കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു സാലറിയും കിട്ടാതെ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും വേണ്ടി എപ്പോഴും പണിയെടുത്ത് സന്തോഷിപ്പിക്കുന്ന എൻ്റെ അമ്മ തന്നെയല്ലേ ഞങ്ങളുടെ വീട്ടിലെ ഹീറോ. ഷമ്മി ഹീറോ ആടാ, ഹീറോ.